നമസ്കാരം. പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചുവെന്ന പ്രചാരണങ്ങളെ തള്ളി ഇന്ത്യ. കിരാന കുന്നുകളിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല, സൈനിക തലവന്മാരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ എയർ മാർഷൽ AK ഭാരതി പറഞ്ഞു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചോ എന്നതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെയും രാജ്യാന്തര മാധ്യമങ്ങളിലെയും പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളെയാണ് എയർ മാർഷൽ തള്ളിക്കളഞ്ഞത്. കിരാന ഹിൽസിൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി. അവിടെ എന്തു തന്നെയായാലും ഞങ്ങൾ കിരാന കുന്നുകളിൽ ആക്രമണം നടത്തിയിട്ടില്ല. ഞങ്ങൾ ആക്രമിച്ചതായി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ അത് ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയോ എന്ന ചോദ്യത്തിന് മറുപടിയായി എയർ മാർഷൽ AK ഭാരതി പറഞ്ഞു. സർഗോദ വ്യോമതാവളത്തിന് സമീപമുള്ളതും ഒരുപക്ഷെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നതുമായ പാകിസ്ഥാനിലെ കിരാന കുന്നുകളിൽ ഇന്ത്യ എങ്ങനെ ആക്രമണം നടത്തി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയാണ്. പാകിസ്ഥാനിൽ തുടർച്ചയായി ഉണ്ടായ ഭൂചലനങ്ങളെയും ഇതുമായി ബന്ധിപ്പിച്ചാണ് പല ഊഹാപോഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷവും സർഗോദ വ്യോമതാവളത്തിൽ ആക്രമണം നടത്തിയതായി ഇന്ത്യ സ്ഥിരീകരിച്ചതിനു ശേഷവും ഊഹാപോഹങ്ങൾ കൂടുതൽ ശക്തമായി. ആണവ ചോർച്ചകൾ പരിശോധിക്കുന്നതിനായി US നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയെന്ന രീതിയിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പോലും ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രചരിപ്പിച്ചു. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണെന്നും പാകിസ്ഥാന്റെ സൈന്യത്തിനോ സാധാരണക്കാർക്കോ എതിരല്ലെന്നും എയർ മാർഷൽ ആവർത്തിച്ചു. തുർക്കി ഡ്രോണുകൾ, ചൈനീസ് വികസിപ്പിച്ച മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക വിഭാഗങ്ങളെയും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങൾ ആക്രമിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ പോരാട്ടം തീവ്രവാദികളോടും അവരുടെ പിന്തുണയുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടുമായിരുന്നു. പാകിസ്ഥാൻ സൈന്യവുമായല്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ചു. എന്നിരുന്നാലും പാകിസ്ഥാൻ സൈന്യം തീവ്രവാദികൾക്കായി പോരാടാൻ തീരുമാനിച്ചത് ഖേദകരമാണ്. ഇത് ഞങ്ങളെ അതേ രീതിയിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ സുപ്രധാനമായ ആണവായുധ കേന്ദ്രത്തിനടുത്ത് വരെ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചുവെന്ന വിധത്തിലാണ് മുൻപ് വാർത്തകൾ വന്നത്. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നതെന്നും ഇതിനൊപ്പം തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന വ്യോമതാവളത്തിന്റെ റൺവേ അടക്കം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു. ഇതിന് ഏതാനും ചെറിയ ദൂരത്ത് മാത്രമാണ് പാക് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് പാകിസ്ഥാൻ ആണവ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുമായിരുന്നു വാർത്തകൾ. പാകിസ്ഥാന്റെ 11 തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. റഫീഖി, മുരിദ്, നുർഖാൻ, റഹീം യാർ ഖാൻ, സുക്കൂർ, ചുനിയൻ, പസ്രൂർ, സിയാൽകോട്ട് തുടങ്ങിയ വ്യോമതാവളങ്ങളാണ് ഇന്ത്യയുടെ പ്രഹരത്തിൽ സാരമായി നാശനഷ്ടങ്ങൾ നേരിട്ടത്. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലെ വ്യോമശേഷി ഇന്ത്യയുടെ ആക്രമണത്തോടെ ദുർബലമായി. ഇതിൽ ചക്ലയിലെ നൂർഖാൻ വ്യോമതാവളത്തിന് നേരെയും ഇന്ത്യ വിജയകരമായി ആക്രമണം നടത്തിയതോടെയാണ് പാകിസ്ഥാൻ വിരണ്ടത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ചരക്ക് വിമാനമായ C-130 ഹെർക്കുലീസ്, IL-78 എന്നീ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള വിമാനം എന്നിവയാണുള്ളത്. ഇതിനേക്കാൾ പ്രധാനം എന്തെന്നാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ ഇതിന് തൊട്ടടുത്തായിരുന്നു എന്നതാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 8 മണിക്കാണ് അഭിസംബോധന ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിനും ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി പൊതുപ്രസ്താവന നടത്തുന്നത്. 2 ദിവസം മുമ്പാണ് കരയിലും കടലിലും ആകാശത്തിലുമുള്ള എല്ലാ സൈനിക നടപടിയും നിർത്തിവെക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആദ്യം അറിയിക്കാനിടയായ സാഹചര്യം രാഹുൽ ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.